എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അന്ന് ഇവിടെ വെച്ചിട്ടാണല്ലേ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ തിരിച്ച് നേരെ ടിബിലിസിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ജോർജിയയിലെ ഏറ്റവും വലിയ ചർച്ച് കാണാൻ പോയ വിശേഷങ്ങളും, പിന്നെ ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ, അതുപോലെ ചിമ്മിണി കേക്ക് ഒക്കെ കഴിക്കാൻ പോയ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലൊരു ബിൽഡിംഗ് കണ്ടു കേട്ടോ. ഞാനിതിന് മുന്നേ ജോർജിയയിൽ വന്ന ഒരാളുടെ വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ബാങ്ക് ഓഫ് ജോർജിയ. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇനി സിറ്റി വരത്തില്ല ചേട്ടാ, നമ്മളിവിടെ പോവാം. ഇങ്ങോട്ടില്ല ഇനി നമുക്ക് എല്ലാം ഇങ്ങോട്ടില്ല, നമ്മളിത് ഇങ്ങോട്ടില്ല, തീർന്നു. എല്ലാത്തിനും എത്താല്ല. ഇവിടെ മാത്രമേ വെള്ളം അതേപോലെ വെള്ളം. അങ്ങനെ ഇതാ ചർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിയൊരു ചർച്ചാണ്. അതിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളോട്ട് കയറിയപ്പോൾ തന്നെ എന്താ പറയുക, ഒരു വീടുകളൊക്കെ ഇങ്ങനെ അട്ടിയാക്കി വെച്ച പോലുള്ളൊരു ചർച്ച് കേട്ടോ. നിങ്ങളതിനെ നോക്കിയൊക്കെ കാണുമ്പോൾ തോന്നുന്നില്ല ഇങ്ങനെ ഒരു വീടിൻ്റെ മുകളിൽ വീട് കെട്ടി വെട്ടിയിട്ടുള്ളൊരു വീട് പോലെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. ആ ടൈമിംഗ് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഈവനിങ് ടൈമും ആ ഒരു ചേർച്ചിൻ്റെ ഭംഗിയും എല്ലാം കൂടി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അത്. ഇതിനകത്ത് കയറിയപ്പോഴും ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോന്നും എനിക്ക് എന്താണെന്നുള്ളതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ ഇവർ ഈ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ടുള്ളവരുടെ ഈ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാനൊരു പ്രത്യേക ഒരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാടുണ്ട്. നല്ല വലിയതാണ്. ഉള്ളിലായാലും നല്ല ഭംഗിയുണ്ട്, നല്ല വലുപ്പമുണ്ട്. ചേർച്ചൊക്കെ കണ്ടിറങ്ങി പിന്നീട് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ വലിയൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിമ്മിണി ഐസ്ക്രീം. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, സിന്നമൺ കേക്ക് പോലെ, സിന്നമൻ്റെ ഒരു റോളിൻ്റെ ഉള്ളിൽ ഐസ്ക്രീമൊക്കെ ഫില്ലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടി അറിയാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കേണ്ടി വന്നതാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം പോയത് വാഷ്റൂമിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ്റൂമിനെ കുറിച്ചിട്ട് ഞാൻ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അതൊരു മെയിൻ കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ബാത്റൂമിൽ നമുക്ക് എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെ അധികം ടിഷ്യൂ ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാറിൽ ഇതേപോലെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പി എപ്പോഴും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. നമുക്ക് പിന്നെ വെള്ളം ഉണ്ടെച്ചെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു മെയിൻ കാര്യമാണ്.
അങ്ങനെ ചിമ്മിണി കേക്കൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. കാരണം നമുക്ക് അന്ന് രാത്രി നമുക്ക് തിരിച്ച് പോരണമല്ലോ. അപ്പോൾ ടൈം വെറുതെ വേസ്റ്റ് ആക്കേണ്ടത് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ചിമ്മിണി കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്വാണ്ടിറ്റി ഉള്ള കാരണം ഒരാൾക്ക് ഒന്നൊന്നും ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. അടിപൊളിട്ടോ. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ മെർലിൻ പറഞ്ഞു, നിങ്ങൾക്കൊരു സാധനം കൂടി എനിക്ക് കാണിച്ചു തരാനുണ്ട്. ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ അവർ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. ഭയങ്കര സ്റ്റാർസൊക്കെ ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാനെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയത് കേട്ടോ. പക്ഷേ ഇത് കാണാൻ വന്നിട്ടില്ല വെച്ചാൽ നമുക്ക് എന്തായാലും മിസ്സായിരുന്നു. അത്രയും ഭംഗിയുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. അത്യാവശ്യം ഒരു ദൂരത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഇവർക്ക് 2 ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഇവരിത് അഴിച്ച് മാറ്റുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടോ. ഇവർ ജനുവരി 1-നും ജനുവരി 14-നും ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ ന്യൂ ഇയർ സെലിബ്രേഷനും കൂടി കാണാൻ പറ്റും. ഫയർവർക്സ് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി കാണാൻ പറ്റിയ നമുക്ക്. എന്നിട്ട് 2 മണിക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. 6 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ. ഷോപ്പിംഗ് മോള് Yes, it's open. Okay, thank you. തിരിച്ച് റൂമിലെത്തി. ഇനി നമ്മൾ പാക്കിങ് തുടങ്ങുകയാണ്. അതിന് മുന്നേ നമുക്കൊരു കോഫി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫെല്ല് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മയെ നമുക്ക് കോഫി ഉണ്ടാക്കുക, അത് ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ കോഫിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ തണുപ്പിൽ നമുക്കിതുപോലെ ചില സമയത്ത് ഇങ്ങനെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അത് ഭയങ്കര നല്ലൊരു ഫീലാണ് കേട്ടോ, ആ കോഫി ഇങ്ങനെ കുടിക്കുമ്പോൾ.
അന്ന് രാത്രിക്കുള്ള ഡിന്നർ നമ്മൾ KFC ആണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ KFC എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നമ്മൾ ഒമാനിലൊക്കെ നമുക്ക് മിക്സഡ് ആയിട്ടല്ല വാങ്ങിക്കാൻ കിട്ടാറ്. ഇവിടെ ഒന്നെങ്കിൽ ലെഗ് പീസ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ വിങ്സ് പീസ് ഫുള്ളായിട്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടെ വാങ്ങിക്കുന്നത്. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ടെറസിലോട്ട് പോയിട്ടോ. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 12 മണിയാകുമ്പോൾ തന്നെ നമ്മൾ മുകളിലോട്ട് പോയി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിബിലിസി മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ അന്ന് രാവിലെ പോയിട്ടുള്ള വലിയ ചർച്ച്, മദർ ഓഫ് ചോച്ചിയ, അങ്ങനെ എല്ലാം ഇവിടെ നിന്നിട്ടും കാണാൻ പറ്റും കേട്ടോ. അതവിടെ ഇവിടെ ഫ്രണ്ടിലും ആവോ ഇവിടെ എന്താ ഇവിടെ പോരാത്തമ്മേ? അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ജോർജിയോട് വിട പറയാണ് കേട്ടോ. ഒരു 4-5 ദിവസം നമ്മളിവിടെ അടിച്ചു പൊളിച്ചു. നല്ല ഓർമ്മകളൊക്കെ കിട്ടി. ബൈ ബൈ. 2 മണിക്ക് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് 6 മണിക്കാണ് ദുബൈയിലേക്കുള്ള ഫ്ലൈറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെടാ, ശരി ശരി.
ദുബായിലെത്തി കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് 3.5 മണിക്കൂറാണ്, ജോർജിയയിൽ നിന്ന് ഇങ്ങോട്ട് 3.5 മണിക്കൂറാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ വിശന്നപ്പോൾ വീണ്ടും KFC തന്നെയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ KFC കഴിച്ചിട്ടുണ്ടെങ്കിലും ദുബായ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ KFC കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ ഒമാനിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലായിടത്തും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തേന് ഇനി വിശപ്പോണ്ട ടേസ്റ്റ് കൂടിയതാണോ എന്ന് അറിയില്ല, നല്ല ടേസ്റ്റാണ്. ഇവിടെ നമുക്ക് 8 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമുക്ക് ജോർജിയക്ക് പോകുമ്പോൾ നമുക്ക് എത്ര വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുണ്ടായിരുന്നു. കാരണം ജോർജിയ എത്തുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട് തിരിച്ച് വരില്ലേ, അങ്ങനെ 8 മണിക്കൂർ എങ്ങനെയൊക്കെയോ നമ്മൾ തള്ളി നീക്കി കുറച്ച് അവിടെ ഇരുന്ന് ലുഡോ ഒക്കെ കളിച്ച് ഇപ്പോൾ തിരിച്ച് സലാലേക്ക് ഉള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇനിയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ജോർജിയയിലത്തെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.